ഇവള് ജയിലിലായപ്പോഴേ ലീല പാതി ചത്ത പോലായി. മണി നിർമ്മലയുടെ കൂടെ പൊറുതി തുടങ്ങിയ പിന്നെ അവൾ എണീറ്റിട്ടില്ല. ചത്ത നന്നായി. ഒന്നും അറിയണ്ടല്ലോ. മല്ലിയെ മരണം അറിയിക്കാൻ കണ്ണൂർ വന്നത് ഞാനാ. അന്നും മണിയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ഇവളും ഇല്ലാണ്ടാവുമെന്ന് എനിക്ക് തോന്നി. എടോ കേശവ. ഓ, എൻ്റെ ഭാര്യ അല്ല, ഭാര്യയായിരുന്നു. ഇപ്പൊ അവൾ എൻ്റെ ഭർത്താവാ. അവൾക്ക് വട്ടായി പോയി. മല്ലികേ, നിന്നെ വിമാനത്തിലെ വിടാവുന്ന ഞാൻ പ്രത്യേകം മന്ത്രിയോട് പറഞ്ഞിരുന്നതാ. പറഞ്ഞത് ഭവാനിയല്ലേ, ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റുമോടോ? പറ്റത്തില്ല പറ്റത്തില്ല. എവിടുന്നാ? വടക്കൂന്ന. ഉണ്ണിയാർച്ചയുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ, കഴിഞ്ഞ മാസത്തിലെ. വേല എടുക്കാതെ ഉടവാളം വീശി നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ തന്നെയാണോ കെട്ടിയത്? അതെ, കുഞ്ഞിരാമൻ തന്നെ. ഗൾഫിലായിരുന്നു, ഇപ്പൊ രണ്ടുപേരും സൗദിയില. അവൻ അങ്ങനെ തന്നെ വേണം. അല്ല പിന്നെ എന്താടോ കേശവ കുന്തം വിഴിഞ്ഞണക്കിക്കുന്നത്? മീൻ വെട്ടാനുണ്ടെന്ന് അറിഞ്ഞൂടെ? ഇപ്പൊ വരാ. ചട്ടി കിടക്കുന്ന തിമിങ്ങലെ ഇപ്പൊ ചീഞ്ഞു പോവുമല്ലോ. ഒക്കെ എന്റെ കാലിന്റെ കുഴപ്പാ. ഒരു ദിവസം അവള് മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ കാല് മുടക്കിയൊരൊറ്റ തൊഴി. അവളുടെ കയ്യിലിരുന്ന കത്തിക്കൊണ്ട് എന്നെ കാലിട്ടൊരൊറ്റ വെട്ടും. അങ്ങനെ എൻ്റെ കാലിന് ചട്ടും. അവൾക്ക് തലയ്ക്ക് വട്ടുമായി പോയി. ഇപ്പൊ അവള് ഭർത്താവും ഞാൻ ഭാര്യയും. എന്താ പോരെ? എന്റെ മകളാ സുനന്ദ. ഭർത്താവ് ഗൾഫിലാ. അതിന്റെ സന്തോഷത്തിൽ എപ്പോഴും അവള്. ബാങ്കിൽ നിൽക്കുമ്പോഴാ ഫോൺ വന്നത്. മല്ലിയും കൂടെ ഒരാളും വന്നിട്ടുണ്ടെന്ന്. ഇതാ കൂടെ വന്ന ആള്. അതെ, ഞാൻ എനിക്ക് മനസ്സിലായി. മല്ലിക എവിടെ? മല്ലി, എടി മല്ലി. അമ്മയ്ക്ക് മാത്രമേ കുഴപ്പമുള്ളതോ മോക്കുണ്ടോ? കുറെ കാലം കൂടിയാ. ഭവാനി അറിയണ്ട. ഞാനായിട്ട് പറയുന്നു. അതെ, അകത്തിരുന്ന് കള്ളു കുടിക്കുക. ആ കേശവേട്ടനുണ്ട് കൂടെ. കേശവേട്ടൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഓ, ഇവന്റെ ഷാപ്പിൽ നിന്ന് ഒരു കുപ്പി കള്ളു കുടിച്ചാ പിന്നെ പ്രഷറിനും ഷുഗറിനും പ്രത്യേകിച്ച് ഗുളി കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരുമാതിരിപ്പെട്ട ഗുളിയെല്ലാം കൂടി അരച്ചു ചേർത്തിട്ടാണ് അവർ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. കേശവേട്ടോ ആയല്ലോ. ശിവോ, വരത്തന്മാർക്ക് ഇവിടെ വീടും കൂടിയൊക്കെ ആയി. ചേട്ടാ, ചേട്ടൻ ഒരു ലിവർ വരട്ടെ. പോരട്ടെ. ചെട്ടിയാർ ശിവൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. സാംബശിവൻ എന്ന് കേട്ടു. ആരും ശരിക്കണ്ട, ശരിയാക്കും ഇപ്പൊ വായും. ഇതാണ് ശിവൻ, ചെട്ടിയാർ ശിവൻ. എന്താ നിന്റെ പേര്? സിൽവസ്റ്റർ സ്റ്റാലിൻ. കളിയാക്കിയതാ. ഭാരതന്മാരെന്ന് ഇരുത്തി പൊറപ്പിച്ച ശീലം ഈ നാടിനില്ല. ആ ദുശീലമൊക്കെ താമസിയാതെ മാറും. വേണ്ട, കൂടുതൽ ഡയലോഗ് അടിച്ചാൽ കുപ്പി പൊട്ടും. പൊക്കോണം, നാളെ നേരം വെളുക്കുമ്പോ ഇവിടുന്ന്. അതിന് നീ കുപ്പിങ് ഗ്ലാസ് ഒന്നും തല്ലിപ്പൊട്ടിക്കണ്ട. നാളെ നേരം വെളുക്കുന്നവരെ കാത്തിരിക്കാൻ വേണ്ട. നേരെ പുറത്തോട്ട് വന്നാ മതി. നല്ല പൊട്ടീരും ഞാൻ വെച്ചേരാം. എന്നാ വാടാ പുറത്തോട്ട്. വെറുതെ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഒരു അടി ഉണ്ടാക്കാനുള്ള പ്രശ്നമൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇവനെ വിളിച്ചോണ്ട് പുറത്തോട്ട് പോയി. ശരിക്കും അറിയില്ല അവന്. ഈ നാട് പെശക. ഞാൻ അതിലും പെശക. എന്നാ വാടാ. എന്റെ വക കേശവേട്ടാ, മല്ലികയുടെ കൂടെ വന്ന ഒരു ആൺകുട്ടിയാന്ന് അറിഞ്ഞിട്ട് സന്തോഷത്തിനാ അങ്ങ് പിടിപ്പിച്ചേ. ഇത് നമ്മുടെ സ്വന്തം ആളാ. ചേട്ടാ, പുതിയ കുപ്പിയൊന്നും വേണ്ട. ഇപ്പൊ കുടിച്ചെന്റെ ബില്ലും കൊടുത്താൽ മതി. ചേട്ടന്റെ പേരെന്തുവാ? എന്റെ പേര് ജേക്കബ്. മല്ലിക ഞങ്ങളുടെ സ്വന്തം കുട്ടിയാ. എന്റെ പേര് സാംസൻ. ഒരു കാര്യം ഒന്ന് പറയട്ടെ. അച്ഛാ, ഈ മണിക്കുട്ടനും നിർമ്മലയും തമ്മിൽ ഒരുപാട് നാളായിട്ട് പ്രേമമായിരുന്നു. എന്ത് പ്രേമം? ഒക്കെ ഒരു കഥ പോലെയാ. നിർമ്മലയുടെ അച്ഛന്റെ കടയിൽ കണക്കപ്പിള്ളയായിട്ട് വന്നവനാണ് ആദ്യ ഭർത്താവ് സുധാകരൻ. അവളുടെ അച്ഛന്റെ നിർബന്ധം കൊണ്ടാ അവൾ അവനെ കെട്ടിയത്. അതിന്റെ ഒരു ഇഷ്ടക്കേട് അവൾക്ക് അന്നേ ഉണ്ടായിരുന്നു.
പിന്നെ സുധാകരന്റെ കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് അറിഞ്ഞതോടെ അതങ്ങ് കൂടി. ഇതെല്ലാം കണ്ടും കേട്ടിരുന്നവനാ മണി. പറ്റിയ സമയം മനസ്സിലായതോടെ അവൻ കയറി അങ്ങ് അടുത്തു. അവന്റെ ലക്ഷ്യം അവളുടെ കാശായിരുന്നു. അവൾക്ക് വേണ്ടതോ സ്വത്തിന്റെ അല്ല, അനന്തരാവകാശാൻ ഒരു കുഞ്ഞും. അവൻ മല്ലിക സുധാകരനെ കൊന്നത് മണിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം നാട്ടുകാർക്കൊന്നും അറിയത്തില്ലേ? പിന്നെ അതൊക്കെ ഈ നാട്ടിലെ കുഞ്ഞു കുട്ടികൾക്ക് വരറിയാം. ഇവന് തന്നെ സൂക്കടാ. കാശ് കിട്ടിയ എന്തും ചെയ്യൂ അല്ലേ? അത് ഇതുവരെ മനസ്സിലായില്ലേ? എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഈ വീടും പറമ്പും കൊടുത്താൽ 30 ലക്ഷം രൂപ വരെ കിട്ടും. അത് മുഴുവനും ഞാൻ തരും. സംഭവം പറ. ഒരാളെ കൊല്ലണം. കന്നുകുട്ടനെ ചത്തു കിടക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണണം. അവനെ കൊല്ലാൻ അത്രയും പൈസ ഒന്നും വേണ്ട. അതിന്റെ പകുതിയാണേലും മതി. ആ, ഉറപ്പാണോ? ഉറപ്പ്. പിന്നെ പട്ടിയെ കൊല്ലുന്ന പോലെ ഓടിച്ചിട്ട് കൊല്ലാനൊന്നും പറ്റത്തില്ല. അതിന് ചില സമയവും കാലവും ഒക്കെ ഉണ്ട്. അതുവരെ ഇവിടെ താമസിക്കാം. ഓ, ഇനി കിടന്നോളും. അകത്തൊരു കട്ടിലുണ്ട്. ഒരു കട്ടിലും മതിയല്ലോ. ഒരു പായം തലേനും തന്നാൽ ഞാൻ പുറത്ത് കിടന്നോളാം. അത് വേണ്ട, പുറത്ത് ഭയങ്കര തണുപ്പായിരിക്കും. ഏയ്, അങ്ങനെ തണുപ്പുണ്ടാ കോച്ചി പോകുന്ന ശരീരമൊന്നും അല്ലേ ഇത്. പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഭയങ്കര ബോറാ. എൻ്റെ ഒരു സുഹൃത്ത് വരുന്ന ആളെ പ്രയാസമുണ്ടേ ഇപ്പൊ പറയണം. പ്രയാസമൊന്നുമില്ല. ആരാ? കൊച്ചാപ്പി, മിസ്റ്റർ കൊച്ചാപ്പി. ഹലോ, ടാറ്റാ, വാ വാ. എന്റെ ദൈവമേ, നല്ല ചക്കച്ചള പോലെ ഇരുന്ന മനുഷ്യനാ. ഇപ്പൊ എന്നെ പറ്റിയടാ? ഇപ്പഴും ചക്കച്ചള പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. ജയിലിൽ കിടന്ന ഇങ്ങനെ ഗ്ലാമർ ആവുമെങ്കിൽ ഞാനും പോയി കിടക്കാൻ പോവാ കുറച്ച് നാള്. അതിനിപ്പോ ജീവപര്യന്തം കിടന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ പോണില്ല. ഇതാരേ ഇത്? മല്ലികയുടെ വകയിലൊരു അമ്മാവൻ. ഒരു വകയാന്ന് മനസ്സിലായി. ഞാൻ കൊച്ചാപ്പി. എന്താ പണി? അച്ഛന് കണ്ണുകിട്ടായിരിക്കാൻ കൂടെ നടക്കുന്ന പണിയാ. അതിന് പറ്റിയ മോന്താ. ആണല്ലേ? അതെ. നമ്മൾ കൂടുതൽ പരിചയപ്പെടേണ്ടി വരും. വേണ്ട വേണ്ട. കൊച്ചാപ്പി, ഓ, ആ ചേച്ചി ഒരു ഇച്ചര കുഴപ്പാ. അത് അച്ഛൻ എങ്ങനെ മനസ്സിലായി? മോൻ കണ്ടറിഞ്ഞൂടി, നാട്ടുകാർ കയറി കളവോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ പേരെന്നാ? സതി. ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്നിട്ട് കൊറേ നാളായി. അപ്പൊ ഇവക്ക് സതി എന്നല്ല ചതി എന്നാണ് പേര് കണ്ടത്. കറക്റ്റ്. കൊള്ളാം. ആ വിജയോ, അപ്പൊ നിനക്ക് എന്റെ പേരൊക്കെ അറിയാം. പിന്നെ നീ ഭയങ്കര ഫേമസ് അല്ലേ? നീ മല്ലിയായിട്ട് എന്താ ബന്ധം? ഇതുവരെ ബന്ധമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ബന്ധം ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല. ചോര നീരുള്ള മനുഷ്യരില്ലേ. ഒരു ദുർബല നിമിഷത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ ക്ഷമിച്ചേക്കണം കേട്ടോ. കളിയാക്ക, ഏയ് നിന്റെ വരവിന്റെ ഉദ്ദേശം എനിക്കറിയേണ്ടത്. കൊച്ചാപ്പി, എന്തോ ചേട്ടൻ വലിയ ഗൗരവത്തിലാ. പറഞ്ഞേക്കല്ലേ? പിന്നെ പറയാം. സംഗതി തൊഴിലുറപ്പ് പദ്ധതിയാ. തൊഴിൽ കൊല്ലുക, ഉറപ്പ് കാശ് കിട്ടും. ആരെ? നീ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. മല്ലിക ജയിലിൽ നിന്ന് വന്ന് അന്ന് കൊല്ലുമെന്നും പറഞ്ഞ ഇവൻ നടന്നിരുന്നത്. ഇവൻ എന്തെങ്കിലും ഒപ്പിക്കോട്ടോ. ഒപ്പിക്കും. ഞാൻ ഇയാളുടെ പെങ്ങളും തമ്മിൽ ഇഷ്ടത്തില്ല. അതിനെ കൊല്ലാൻ ഓടിക്കുക. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രക്ഷിക്കാം. എന്ത് തരും? എന്തു വേണമെങ്കിലും തരാം. ഉറപ്പാണോ? എന്നാ മോൻ വാ, ചിറ്റപ്പൻ ചോദിക്കട്ടെ. എന്നതാ പ്രശ്നം? അത് ചോദിക്കാൻ നീ ആരടാ? ഞാനിവന്റെ ചിറ്റപ്പനാ. ചിറ്റപ്പനായാലും ശരി, ആരായാലും ശരി, മാറിക്കടാ. മാറിയില്ലെങ്കിലോ? മാറിയില്ലെങ്കിൽ നീ മേടിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എന്നോട് മാറിയിക്കാൻ.
എന്തിനാടാ ഈ പറന്നുകൂടെ തല്ല് തെറ്റാലി വെച്ച് മേടിക്കരുത്. ഇത്രയും കാണാൻ കൊള്ളാവുന്ന ഒരു പയ്യൻ നിന്റെ പെങ്ങളെ പ്രേമിക്കുന്ന തന്നെ വലിയ കാര്യമല്ലടാ. കെട്ടിച്ച് കൊടുക്കടാ. അയ്യോ, ഇതാരും ജോൺ സാറോ? എനിക്ക് കണ്ടിട്ട് തീരെ മനസ്സിലായില്ല കേട്ടോ. എനിക്ക് സാറെന്താ ഇവിടെ? നിന്നെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. വീണ്ടും പ്രതികാരം ചെയ്യാൻ വന്നിരിക്കല്ലേ? അയ്യോ എന്റെ പൊന്നു സാറേ, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. അതെ. ഇവന്മാരെ സ്റ്റേഷനിൽ എത്തിച്ചേക്ക്. ഇവരെ ഞാൻ കൊണ്ടുവന്നോളാം. കേറാ വണ്ടിയായി. ഇതെന്നെ വല്ല കൊള്ളസംഘമാണോടാ? കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നത്. ഗുണ്ടകളൊക്കെ ഉണ്ട്. അകത്തോട്ട് കയറി വാടാ. ചെല്ല്. നീ വരുന്നില്ല? ഞാൻ വരാം. നമസ്കാരം ഗുണ്ടേട്ടാ. എന്റെ പൊന്ന് സാംകുട്ടി, നീ എന്നോട് ക്ഷമിക്കണം. അന്ന് എനിക്കൊരു തെറ്റ് പറ്റിയതാ. 75 പവന്റെ സ്വർണം മോഷ്ടിച്ചവനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഇനിയും പ്രതികാരം ചെയ്യാനാ വന്നതെങ്കിൽ ഉപദ്രവിക്കരുത്. ജീവിച്ചു പോക്കോട്ടെ. എന്റെ പൊന്നു ജോൺ സാറേ, ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. വേണമെങ്കിൽ ഞാൻ ഒടിച്ച് ഈ കൈ കൊണ്ട് സാർ എന്നെ തല്ലി. കയ്യെ കയറി പിടിക്കരുത്. അകത്ത് സ്റ്റീലാ. സ്റ്റീലോ? സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഈ കൈ കൊണ്ട് ഇനി ആരും തല്ലാൻ പറ്റത്തില്ല. ആരും എന്നെ കയറി തല്ലിട്ട് പോകാതിരിക്കാനാ കുണ്ടകളെ കാവൽ നിർത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വരുന്ന പ്രതികളെ ഇപ്പൊ ഉപദേശം മാത്രമാ. ഉപദേശിച്ച് ഈ നാട് കുട്ടിച്ചോറാ. ഏതായാലും നീ വന്നത് നന്നായി. കുറച്ചു നാളത്തേക്ക് നിന്നെ എനിക്ക് വേണം. സഹായിക്കണം. സാറ് വിഷമിക്കണ്ട സാറേ. ഇനി മുതൽ സാറിന്റെ സ്റ്റീല് വലം കൈയാട്ടി ഈ സാംസൺ ഉണ്ടാകും സാറേ. ഈ സാംസൺ ഉണ്ടാകും. അതെ. എനിക്ക് സന്തോഷായി സാംകുട്ടി, സന്തോഷായി. പറയടാ. നീ പറയല്ലേ? സത്യം പറയടാ. ഇഴിച്ചു നിന്നെ കള്ളനെ. നീ സത്യം പറയല്ലേ? നിന്റെ അടിവേരടിച്ച് ഞാൻ ചോദിച്ചാലല്ലേ പറയാൻ പറ്റൂ സാറേ. ചോദ്യോത്തര പരിപാടി നടത്താൻ ഇതെന്താ ക്യൂസ് കോമ്പറ്റീഷൻ ആണോ? എഴുത്തിന്റെ നെഞ്ചു കൂടിയ കലക്കും. പശുവിനെ പൊട്ടിച്ച് ഞാൻ തന്നെ. അപ്പൊ ചോദ്യം ചോദിക്കാതെ ഉത്തരം പറയാൻ നിനക്ക് അറിയാല്ലേ? നിന്റെ അടിവേര് ഞാൻ കലക്കും. ഒരു പശുവിനെ മോട്ടിച്ചന് ഇത്രയും മതി സാറേ. മതിയല്ലേ? ഇതിന്റെ കണക്കൊക്കെ നിനക്കല്ലേ അറിയൂ. എന്നാ മതി. രമേശാ, സാർ, ഇവനെ കൊണ്ടുപോയി
തൊണ്ടി എവിടെയാ കെട്ടിയിരിക്കുന്ന വെച്ചാൽ അഴിച്ചോണ്ട് വാ. ആ പിന്നെ വയർ നിറച്ച് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് കേട്ടോ. എന്റെ ഇടി കുറെ കൊണ്ടതാ. ചെല്ലടാ. വെറുതെ മനുഷ്യരുടെ കൈമന കെട്ടാനായിട്ട്. ഇനി കവല റൗണ്ട്സ്, ഒരു ചെറിയ ഷോ. മോർണിംഗ് ഷോ വേണോ നൂൺ ഷോ വേണോ? ഒരു ഫുൾ ഷോ. മൂന്ന് ജ്യൂസ്. മധുരം കൂട്ടി. സാറ് ജീപ്പെ കെട്ടിക്കൊണ്ടുപോയ ആൾക്കാർ തന്നെയല്ലേ ഇവര്? അതെ. തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്റെ പൊന്ന് സാറേ, ചോദിച്ചാൽ ഞാൻ തിരിച്ചെടുത്തു. ജ്യൂസ് എടുക്കണോ? എന്റെ കൃത്യനിർവഹണം നിന്റെ കൈകളിൽ ഭദ്രമായിരിക്കണം. എന്റെ കൈകളിൽ ഭദ്രമായിരിക്കും. തടയരുത്, തടയരുത്. ആംബുലൻസാ ബോഡിയും കൊണ്ടുപോറേ. ஆம்புலன்ஸ் ஆமா. போடி எവിടെ? போடி அந்த கேடான லிவரும் கொண்டு போயிட்டே இருக்கு. தடையக்கூடாது சார். നീ ആള് കൊള്ളാമല്ലോടാ. എന്തിനാ ഈ ബോർഡ്? അടിക്കുമ്പോൾ നമ്മ ബോഡിയെ പിടിക്കാതിരിക്കാൻ ഈ ബോർഡ് വെച്ചാൽ മതി എന്ന സർക്കാർ പറയുന്നത്. അടിച്ച് പഴുത്തിരിക്കുക, വിട്ടേര്, ഇല്ലെങ്കിൽ പെൻഷൻ വാങ്ങിക്കാൻ നോക്കത്തില്ല. ബ്രദർ, സ്മോൾ താങ്ക്സ്. ഓക്കേ. എപ്പോഴാ ഇവനെയൊക്കെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവും എന്ന് പറയാൻ ഒക്കത്തില്ല. നന്നായി. ആംബുലൻസ്, ആംബുലൻസ്, ഓർമ്മ പോടേ. കടവുളെ. സ്റ്റോപ്പ്, സ്റ്റോപ്പ്. ഇറങ്ങടാ, ബൈക്ക് മാറ്റി വെക്കടാ. എന്താ സാറിന്റെ പ്രശ്നം? എത്ര പേരെ കയറ്റേണ്ട വണ്ടിയാണത്? അതൊക്കെ ഓടിക്കുന്ന ആളുടെ മിടുക്ക് പോലെ ഇരിക്കും. സാറ് കേസ് ചാർജ് ചെയ്തോ, ഞാൻ കോടതി കണ്ടോളാം. ഒന്ന് മാറി സാറേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത്. സാറ് മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. മിടുക്കൻ. അതാണ് കന്നുകുട്ടൻ. അവനെ കന്നുകൂട്ടുന്ന ആൾക്കാർ വെറുതെ വിളിക്കുന്നതല്ല, തനി കന്നിന്റെ സ്വഭാവ. അതുകൊണ്ടൊരു ശ്രദ്ധ വേണം. അത് പറയാനാണ് ഞാൻ ഈ വഴിക്ക് വന്നത്. ഒക്കെ എത്ര കുളം കണ്ടതാ, കുളം എത്ര കൊക്കനെ കണ്ടതാ അല്ലേ? പിന്നല്ലാതെ. എന്താ സി പി, ആളെയും കൂട്ടി ഇങ്ങോട്ടൊരു പ്രകടനം? അതൊക്കെ പറയാം. ഞാൻ സി പവിത്രൻ, ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറാ 10 വർഷമായിട്ട്. താൻ കാര്യം എന്താ വെച്ചാ പറയടോ. മല്ലിക വിളിക്കേ. നിന്നെ കാണാൻ വേണ്ടിയാ വന്നത്. എന്താ എന്താ കാര്യം? നാട്ടു നടപ്പില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഒരു പഞ്ചായത്ത് മെമ്പറായ എനിക്കുണ്ട്. നീ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്ന യവന്മാരൊക്കെ വല്ല തീവ്രവാദികളോ കൊലപാതകളാണോ എന്നൊക്കെ എനിക്ക് ഈ നാട്ടുകാർക്ക് അറിയണം. വേറെ എന്തൊക്കെ തനിക്ക് അറിയണം? ഇവൻ നിന്നെ കെട്ടിയതാണോ അതോ കെട്ടാതെ തന്നെ കൂടെ? പണ്ട് നാട്ടുകാരെയൊക്കെ അറിയിച്ച് ഒരുത്തനെ ഈ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. അവൻ എവിടെ പോയിന്ന് നീയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? അവൻ ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നതെന്ന് നീയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോന്ന്? നാട്ടുകാര് ഒരുത്തിനും എന്റെ പഠിക്കാത്ത കയറരുത്. കയറിയാ ആ കാല് ഞാൻ വെട്ടും. ഇറങ്ങി പോടാ. മല്ലി, എന്താ ഇത്? വന്നേ, പോരാനാ പറഞ്ഞ. ഇപ്പൊ ഞാനങ്ങ് പോവും. പക്ഷെ അറിയേണ്ടതൊക്കെ അറിയാതെയും ഈ നാട്ടുകാരെ അറിയിക്കാതെ ഞാൻ വിടുമെന്ന് കരുതണ്ട. നടക്കടാ. സി പി സാർ ഒന്ന് നിന്നേ. ഇയാള് സർ സി പി ഒന്നുമല്ലല്ലോ ഉത്തരവ് പുറപ്പെടുവിക്കാൻ. അതോ സദാചാര പോലീസോ? ഈ നിൽക്കുന്നവരല്ല, ഈ നാട് മുഴുവൻ ഇളകി വന്നാലും ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അതിനുള്ള ചങ്കുറപ്പുള്ളത് കൊണ്ടാണ് അവളുടെ കൂടെ വണ്ടിയിൽ കയറി വന്നത്. തിരിച്ചു ചെല്ലുമ്പോൾ നിന്നെ പറഞ്ഞു വിട്ടവനോട് പറഞ്ഞേക്ക്, അവൻ ആണാണെങ്കിൽ കന്നിനെ തൊഴുത്തുമാറ്റി കെട്ടിയ സ്ഥിതിക്ക്
അവളോട് മേടിച്ച സ്ത്രീധനം അങ്ങ് തിരിച്ചു കൊടുത്തേക്കാൻ. അല്ലെങ്കിൽ നീ തന്നെ അങ്ങ് വാങ്ങിച്ചു കൊടുക്ക്. ഇല്ലെങ്കിലേ സിപിയുടെ PP ഞാൻ ഊരിയെടുക്കും. ഈ പറഞ്ഞത് ന്യായം. ഇത് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്. പോലീസിന് നമുക്കൊരു പരാതി കൊടുത്താലോ? കൊടുക്കാം. ആ, എന്താ സാറേ ഈ വഴിക്കൊക്കെ? നിന്റെയൊക്കെ സ്വഭാവ ഗുണം കൊണ്ട് വന്നല്ലേ പറ്റൂ. തനിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അത് നേരിട്ട് പറയാൻ വന്നതാ. എന്താണ് സാർ? ഒരു പരാതി നിന്റെ ഭാര്യയായിരുന്ന മല്ലികയുടെ. നീ താലി കെട്ടി ആ പെണ്ണെ ഉപേക്ഷിക്കുകയും മറ്റൊരു പെണ്ണോടൊപ്പം താമസിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തില് സ്ത്രീധനമായി വാങ്ങിയ 25 പവൻ അല്ലെങ്കിൽ അതിന് തുല്യമായ 5 ലക്ഷം രൂപയും പണമായി വാങ്ങിയ 2 ലക്ഷം രൂപയും ചേർത്ത് 7 ലക്ഷം രൂപ മടക്കി കൊടുക്കണം എന്നാണ് പരാതി. പരാതി സാറ് കോടതിക്ക് ഫോർവേഡ് ചെയ്യേ. കേസ് ഞങ്ങൾ പറഞ്ഞോളാം. സാറ് ചെല്ലേ. അഭിപ്രായം പറയാ. നീ ആരടാ? മെമ്പറുടെ പണി ചെയ്താൽ മതി, പോലീസിന്റെ പണി നോക്കണ്ട. ആദ്യം ഈ നിൽക്കുന്നവർ തമ്മിലുള്ള ബന്ധം നീ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. കെട്ടിയവൻ ചത്തപ്പോഴേ കൂട്ടുകാരനെ കൂടെ കയറ്റി കെടുത്തി ഒരു കൊച്ചിനെ ഉണ്ടാക്കിയെന്നല്ലാതെ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? കൊച്ചിന്റെ അച്ഛൻ ഇവൻ തന്നെയാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു രേഖയുണ്ടോ? പോകാൻ വരട്ടെ. കൊച്ചിന്റെ തന്തയാണെന്നും പറഞ്ഞ് നാട്ടുകാരെ ചൂണ്ടിക്കാണിക്കാനെങ്കിലും ഇവൻ വേണമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് സ്റ്റേഷനിൽ കാശുമായിട്ട് എത്തിയിരിക്കണം. ഇല്ലെങ്കിലേ ഇവനെ ഞാനങ്ങ് കൊണ്ടുപോകും. കൂട്ടത്തിൽ നിന്നെ ഇമ്മോറൽ ട്രാഫിക്, വ്യഭിചാര കുറ്റം. മനസ്സിലായോ? എങ്ങനെയാടാ ഇത്? എങ്ങനെയുണ്ട്? ഞാൻ വെക്കുന്ന ഗ്ലാമർ ഇല്ല. എന്നാ നീ തന്നെ അങ്ങ് വെച്ചോ. എങ്ങനെയുണ്ട്? അയ്യോ കുട്ടിച്ചാത്തൻ. എത്തിയല്ലോ. ഇതാണ് കൃത്യനിഷ്ഠ. ഞാൻ വിചാരിച്ച പോലെ അല്ല നീ. വകതിരിവുള്ളവനാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. പറഞ്ഞ തുക 7 ലക്ഷം. അങ്ങോട്ട് കൊടുത്തേക്ക്. കുറെ നാൾ എന്റെ കൂടെ കിടന്നതല്ലേ, അതിനുള്ള കൂലി കൊണ്ടുപോയി കൊടുത്തേക്കും. കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണോ? ഇതിൽ കൂടുതൽ മാന്യത ഒന്നും മണിക്കില്ല സാറേ. ഈ കളിയിൽ സാറിന്റെ റോൾ എന്താണെന്ന് ഇതുവരെ പിടികിട്ടിയില്ല. കാശാണ് വേണ്ടതെങ്കിൽ പറഞ്ഞാ മതി. ഇറങ്ങി പോടാ വെളിയില്. ഈ ഉളുത്ത കസേരയും വെളി കാണുന്ന വെളുമ്പം വരുത്തനെ കണ്ടിട്ടാണ് തന്റെ പ്രകടനമെങ്കിലും ഓർത്തോ, ഇത് രണ്ടും എന്നും തന്റെ കൂടെ കാണുന്നു. നീ എന്നെ വരട്ടുക. അങ്ങനെയാണ് സാറിന് തോന്നുന്നതെങ്കിൽ മണിയായിട്ട് തിരുത്തുന്നില്ല. വാടാ. കാശ് വന്നതിന്റെ മനപ്രയാസ. അവന്റെ കാശ് എന്തായാലും എനിക്ക് വേണ്ട. എടുത്തോ, ബാക്കി സ്ഥലം വിട്ടിട്ട്. കുറേശ്ശെ മേടിച്ചാൽ കയ്യിൽ നിന്ന് ചിലവായി പോകും. അതൊരു തലമാരിലോട്ട് വെച്ചാലും എനിക്ക് സംഭവം കഴിയുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് തന്നാ.